ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിയർ ടു പിയർ നെറ്റ്വർക്കാണ്. പേയ്മെൻറ്റ് സിസ്റ്റം റെക്കോർഡിംഗ് പബ്ലിക് ലെഡ്ജറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ആ സെയിം ടെക്നോളജി പേയ്മെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളെല്ലാം പബ്ലിക് ലെഡ്ജറിലാണ് യൂസ് ചെയ്യുന്നത്. ബിറ്റ്കോയിൻ സിസ്റ്റം ഈസ് നോ സെൻട്രൽ റെസ്പോൺസിബിൾ ആൻഡ് നോ സിംഗിൾ അതോറിറ്റി. ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിനൊരു സിംഗിൾ അതോറിറ്റി ഇല്ല. ദ ബിറ്റ്കോയിൻ ആർ ക്രിയേറ്റഡ് ആസ് എ റിവാർഡ് ഓഫ് പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് വർക്ക് ഇൻ വിച്ച് യൂസർ ഓഫർ ദർ കമ്പ്യൂട്ടിംഗ് പവർ ടു വെരിഫൈ ആൻഡ് റെക്കോർഡ് പേയ്മെൻറ്റ് ഇൻ ടു ദ പബ്ലിക് ലെഡ്ജർ. ഞാൻ ഈ പറഞ്ഞത് ഈ ബിറ്റ്കോയിൻ വരുന്ന രീതിയെക്കുറിച്ച് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. ഈ ബിറ്റ്കോയിൻ വരുന്നത് ഈ മൈനിങ് ചെയ്യുന്ന വ്യക്തികൾ, ഈ ഡേറ്റാസ് സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടറുമായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന വ്യക്തികൾക്കാണ് പേയ്മെൻ്റായിട്ട് കിട്ടുന്ന റിവാർഡാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ ഞാൻ വായിച്ച ബിറ്റ്കോയിൻ ആർ ക്രിയേറ്റഡ് അറ്റ്സ് എ റിവാർഡ് ഫോർ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് വർക്ക് വിച്ച് യൂസർ ഓഫറിംഗ് ദർ കമ്പ്യൂട്ടിംഗ് പവർ ടു വെരിഫൈ ആൻഡ് റെക്കോർഡ് പേയ്മെൻറ്റ് ഇൻ ടു ദ പബ്ലിക് ലെഡ്ജർ കോൾഡ് മൈനിങ്. The individuals or companies engaging in activities in exchange for transaction fee and newly created Bitcoin. അങ്ങനെയാണ് ന്യൂലി ക്രിയേറ്റഡ് ബിറ്റ്കോയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ന്യൂലി ക്രിയേറ്റ് ഇപ്പോൾ നമുക്ക് 21 മില്യൺ ബിറ്റ്കോയിൻ സപ്ലൈ ഉണ്ടെന്ന് പറഞ്ഞു, ടോട്ടൽ സപ്ലൈ. അതിൽ നിന്നാകപ്പാടെ വെളിയിൽ ഇറങ്ങിയിരിക്കുന്ന ചെറിയ ഒരു ബിറ്റ്കോയിൻ മാത്രമേ ഇപ്പോൾ ഈ ഭൂമിയോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കി ഉള്ള ബിറ്റ്കോയിൻ എല്ലാം റിസർവ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള കോയിൻ്റെ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നത് കൊണ്ട് പുതിയ ബിറ്റ്കോയിൻ ഈ ഫീസായിട്ട് ഈ മൈനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പുതിയ ബിറ്റ്കോയിൻ വരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഈ ബിറ്റ്കോയിൻ എന്തുകൊണ്ടാണ് ഇത്രയും വില വരാൻ കാരണം, എന്താണ് ഇതിൻ്റെ ഇത്രയും വില ഇടേണ്ട ആവശ്യം എന്തുകൊണ്ട് എന്നൊക്കെ എല്ലാവരും ചോദിക്കും. അവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആൻസർ വരുന്നത്. ബിറ്റ്കോയിൻ ആൾക്കാർക്ക് ഇത്രയും വില വരാനുള്ള കാരണം ഇവിടെ നടക്കുന്ന കമ്പ്യൂട്ടിംഗ് പവർ, ലെഡ്ജർ, പബ്ലിക് ലെഡ്ജർ എന്ന് പറഞ്ഞ ടെക്നോളജി, ഓരോ ആൾക്കാരെ ഇരുന്ന് മൈനിങ് ചെയ്യുന്ന ഈ ടെക്നോളജി, ഈ കമ്പ്യൂട്ടർ പവറിന് നിസ്സാര കോസ്റ്റ് അല്ലാതെ ഹൈലി ഗ്രാഫിക്സ് പവറുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മൈനിങ് നടക്കത്തുള്ളൂ. ഈ മൈനിങ് ചെയ്യണമെങ്കിൽ ഹൈലി ഗ്രാഫിക്സ് പവറുള്ള കമ്പ്യൂട്ടർ വേണം. അതുപോലെ ഇലക്ട്രിസിറ്റിയും വേണം. ആ മൈനിങ് ചെയ്യുന്ന വ്യക്തികൾക്ക് മിനിമം ഈ എമൗണ്ട് എങ്കിലും ബിറ്റ്കോയിന് കിട്ടിയില്ലെങ്കിൽ ബിറ്റ്കോയിന് അവർക്ക് മൈനിങ് ചെയ്യുന്നത് മുതലാകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ബിറ്റ്കോയിൻ ഇത്രയും പൈസ വരുന്നത്. സെയിം ലൈക്ക് ഗോൾഡ്, സ്വർണം മൈൻ ചെയ്ത് കിട്ടുന്നതിൻ്റെ പോലെ തന്നെയാണ് ഈ ബിറ്റ്കോയിൻ മൈൻ ചെയ്ത് കിട്ടുന്നത്. അവിടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നാച്ചുറലായിട്ടുള്ള, അതും ഭൂമിയിൽ കുറച്ച് ലഭ്യമായിട്ടുള്ള സ്വർണം മൈൻ ചെയ്തെടുക്കുമ്പോൾ ആ സ്വർണത്തിന് നമ്മൾ ഇടുന്ന വിലയാണ് സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ വെച്ച് മൈനിങ് ചെയ്ത് ആകെ റിസർവായിട്ടിരിക്കുന്ന 21 മില്യണിൽ നിന്ന് ഓരോ ആൾക്കാരും ചെയ്യുന്ന ട്രാൻസാക്ഷൻ്റെ എമൗണ്ടിന് ഈ ഫീസായിട്ട് കിട്ടുന്ന ബിറ്റ്കോയിനാണ് ഈ ഇത്രയും വില വരാൻ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ് എന്നൊക്കെ പറയും. ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ വർക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു എങ്ങനെയാണ് ഹൗ ടു സെൻഡ് എ ബിറ്റ്കോയിൻ, എങ്ങനെയാണ് ബിറ്റ്കോയിൻ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യുന്നത്, ഇപ്പം ഞാനാണ് ഈ മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വ്യക്തി. ഞാൻ ഈ സത്യം പറയട്ടെ, ആദ്യം നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബിറ്റ്കോയിൻ നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു വാലറ്റ് വേണം, അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് വേണം. ഈ മണി ഹോൾഡ് ചെയ്യാൻ ഒരു പ്രത്യേക സാധനം, അതാണ് ഈ എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. വാലറ്റുകൾ എന്ന് പറയുന്നത് വേറെ, എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്ന സ്ഥലം ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. നമുക്ക് ബിറ്റ്കോയിൻ ഞാനിപ്പോൾ ബിറ്റ്കോയിൻ 5 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ ബിറ്റ്കോയിൻ വാങ്ങിച്ചത് എങ്കിൽ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ ബിറ്റ്കോയിന് വിലയുള്ളപ്പോൾ എൻ്റെ 100 രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ 100 രൂപയ്ക്ക് പോയിട്ട് എനിക്ക് 5 ലക്ഷം രൂപയുടെ ഒരു ചെറിയൊരു വിഹിതം കിട്ടും. ഈ 5 ലക്ഷം രൂപയുടെ ബിറ്റ്കോയിൻ 10 ലക്ഷം ആവുകയാണെങ്കിൽ എൻ്റെ 100 രൂപ നാളെ 200 രൂപ. അവിടെ ഞാൻ ട്രേഡ് ആണ് ചെയ്യുന്നത്. പറയുന്നതിനാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന് സത്യം പറഞ്ഞാൽ ഇത് ചെയ്യണമെങ്കിൽ ഒരു വാലറ്റോ ഒരു എക്സ്ചേഞ്ചിലോ നമുക്ക് അംഗമായിരിക്കണം. ഈ ബിറ്റ്കോയിൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഈ ബിറ്റ്കോയിൻ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. എവ്രി വൺ ഹാസ് എ വാലറ്റ്. ഇറ്റ് ഈസ് എ ട്രാൻസ്പെറൻറ്റ്. വി ക്യാൻ നോ ഹൗ മച്ച് മണി ഇൻ ഇറ്റ് വാലറ്റ്. നമുക്ക് ഈ ഒരു വാലറ്റ് വേണം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 1/2 ബിറ്റ്കോയിനുണ്ട്.
എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എത്രയാണെന്ന് എൻ്റെ ബിറ്റ്കോയിൻ അഡ്രസ്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും, എല്ലാവർക്കും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ഈ ഇത്. പക്ഷേ എൻ്റെ പൈസയാണെന്ന് ആർക്കും അറിയത്തില്ല. കാരണം ഈ മണി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ അഡ്രസ്സ് മാത്രമേ അറിയത്തുള്ളൂ. ഈ ബിറ്റ്കോയിൻ അഡ്രസ്സ് ഏത് വ്യക്തിയുടേതാണെന്ന് ആർക്കും മനസ്സിലാകാത്ത 64 ഡിജിറ്റുള്ള ഒരു അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെല്ലുവാണെങ്കിൽ ആ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചൊക്കെ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ഹോട്ടൽ മുതലാളിയുടെ ഫ്രണ്ടിൽ ഒരു പെട്ടി ഇരിപ്പുണ്ടായിരിക്കും, ഒരു ഗ്ലാസ് പെട്ടി. അതിനകത്ത് കുറേ പൈസ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും, 10, 100, 50 ഒക്കെ ആൾക്കാരെ സഹായിക്കാൻ. അതുപോലെ തന്നെ പക്ഷെ ഈ പൈസ ഒന്നും നമുക്കെടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ മുതലാളിയായിരിക്കുന്നു, ഹോട്ടൽ മുതലാളിക്ക് മാത്രമേ പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ അഡ്രസ്സ് എല്ലാവർക്കും കാണാൻ പറ്റും. അഡ്രസ്സിൻ്റെ അകത്ത് പൈസ കിടക്കുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ ഈ നമുക്ക് കണ്ടിരിക്കാവുന്നേ പറ്റത്തുള്ളൂ. പക്ഷെ ഒരിക്കലും നമുക്ക് ആ പൈസ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഫസ്റ്റ് നമുക്ക് ഞാനിത് പറഞ്ഞു തന്നത് ഇത്രയാണ്. അപ്പോൾ ഈ ബിറ്റ്കോയിൻ വാലറ്റ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്തൊരു പബ്ലിക് 2 ടൈപ്പ് അഡ്രസ്സ് വരുന്നുണ്ട്. ഒരു കീ വരുന്നുണ്ട്, പബ്ലിക് കീയും പ്രൈവറ്റ് കീയും വരുന്നുണ്ട്. പബ്ലിക് കീ എന്ന് പറയുന്നത് സെൻഡ് ചെയ്യാനും പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് റിസീവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പബ്ലിക് കീയും പ്രൈവറ്റ് കീയും. ഈ പബ്ലിക് കീ എന്ന് പറയുന്നത് അത് ഹാഷിങ് ചെയ്താണ് ചെയ്യുന്നത്. ഹാഷിങ് എന്ന് പറയുന്നതാണ് എന്നുവെച്ചാൽ 641, ഞാൻ പറഞ്ഞ പോലെ ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള 64 ഡിജിറ്റ് നമ്പർ വരുന്നതിൻ്റെ മെയിൻ കാരണം അത് ഹാഷിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിത് ഇനി വരുന്ന ടോപ്പിക്കിൻ്റെ അത് ഹാഷിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം ഹാഷിങ്ങിനെ കുറിച്ച്. ഫസ്റ്റ് ഞാൻ മണി സെൻഡ് ചെയ്തിട്ട് എൻ്റെ മണി വെരിഫിക്കേഷൻ ആയോ, എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടോ എന്നുള്ളവർ ഇവർ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. ഈ നടുക്കിരിക്കുന്ന ഈ സെൻറ്റർ പോയിൻ്റ് ഇരിക്കുന്ന ആൾക്കാരാണ് മൈനേഴ്സ് എന്ന് പറയുന്നത്. ഈ മൈനേഴ്സ് എൻ്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ, എൻ്റെ വാലറ്റിൽ ഇത്ര പൈസ ഉണ്ടെന്ന് അറിയുന്നു, എൻ്റെ ട്രാൻസാക്ഷൻ മറ്റൊരു വ്യക്തിക്ക് പോകുമ്പോൾ അവിടെ ഒരു ബ്ലോക്ക് പുതിയതായിട്ടുണ്ടാകുന്നു. അവിടെ ആ ബ്ലോക്കിൻ്റെ അകത്ത് തന്നെ അതിനകത്ത് ലെഡ്ജറും ഇപ്പോൾ അയച്ച ആളുടെ വ്യക്തിയും നേരത്തെ ഉള്ള ബ്ലോക്കിൻ്റെ പേരും അതും എല്ലാം ആ ഒരു പുതിയ ബ്ലോക്കിൻ്റെ അകത്ത് ആടാവും. അത് വരുന്ന ടോപ്പിക്ക് പറയാം. അപ്പോൾ ഒരു പുതിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ഒരു ബ്ലോക്കിനകത്ത് എൻ്റെ മാത്രം ട്രാൻസാക്ഷൻ ഇല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ഒരു ബ്ലോക്കിൻ്റെ അകത്താണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ നടക്കുന്ന ട്രാൻസാക്ഷൻ ഈ ബ്ലോക്കിൻ്റെ അകത്ത് വന്നിട്ട് അവർ എഴുതി സൂക്ഷിച്ച് വെക്കും. ആ എഴുതി സൂക്ഷിച്ച് വെക്കുന്ന ആ ഡീറ്റെയിൽസാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ആ സംഭവത്തിനാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അവിടെയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഈ വാലിഡേറ്റർ എൻ്റെ അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ട് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ ദ വെരിഫിക്കേഷൻ ട്രാൻസാക്ഷൻ ക്യാൻ ഇൻവോൾവ് ക്രിപ്റ്റോ കോൺട്രാക്ട് റെക്കോർഡിംഗ് ചെയ്ത ഇൻഫർമേഷൻ. എല്ലാ വെരിഫിക്കേഷനും റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡ് ചെയ്ത് ലെഡ്ജറിൽ സൂക്ഷിച്ച് വെക്കുന്നു. ആ ലെഡ്ജറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ബ്ലോക്കിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നു. ആ പുതിയ ബ്ലോക്ക് തന്നെ നേരത്തെ ബ്ലോക്കിലോട്ട് ആഡ് ചെയ്ത് വെക്കുന്നു. നമുക്ക് കാണാൻ പറ്റും ദ വെരിഫിക്കേഷൻ ട്രാൻസാക്ഷൻ ഈസ് കമ്പൈൻഡ് വിത്ത് അതർ ട്രാൻസാക്ഷൻ ടു ക്രിയേറ്റ് എ ന്യൂ ബ്ലോക്ക് ആൻഡ് ഡാറ്റ ഫ്രം ദി ലെഡ്ജർ. ഇത് നേരെ ലെഡ്ജറിലോട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അത് എത്തേണ്ട ആളോട് എത്തുന്നു. അതാണ് നടക്കുന്നത്. സെയിം പരിപാടിയാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞാൽ എന്താണ് ബ്ലോക്ക് ചെയിൻ ഞാൻ മനസ്സിലായി കാണും. ബ്ലോക്ക് ചെയിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഡീസെൻട്രലൈസേഷൻ അതോറിറ്റിയാണ്. ദ ബെറ്റർ കണ്ടീഷൻ ടു അച്ചീവ് ദ സെൻട്രലൈസേഷൻ വിത്ത് ഇറ്റ്സ് ഓൺ ഷോർട്ട് കമ്മിങ് ആൻഡ് ബിഗസ്റ്റ് ഡൗൺവേർഡ് ഈസ് ദി അബ്യൂസ് ഓഫ് പവർ. പറഞ്ഞല്ലോ മറ്റുള്ള കറൻസിക്കകത്ത് അബ്യൂസ് ഓഫ് പവർ വരുന്നു, ബ്ലോക്ക് ചെയിൻ്റെ അകത്ത് അങ്ങനെ വരത്തില്ല. ഇറ്റ്സ് എ ഡീസെൻട്രലൈസേഷൻ ഗ്രേറ്റ് സിഗ്നിഫിക്കൻറ്റ് ദ കൺസെപ്റ്റ് ഡീസെൻട്രലൈസേഷൻ നെറ്റ്വർക്ക് ലേഡ് ടു ഫൗണ്ടേഷൻ ഫോർ ഇൻവോൾവിംഗ് ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ. ഇപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷനാണ്. സൂക്ഷിച്ച് വെക്കാൻ പറ്റും, നമുക്ക് പവർ യൂസ് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ലെഡ്ജറിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞത്. ഇവിടെ നമുക്ക് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷനാണ്. നമ്മുടെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ലെഡ്ജർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ ലെഡ്ജറിൻ്റെ അകത്ത്. ഇത് ബ്ലോക്ക് ചെയിൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ലെഡ്ജർ. അതായത് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് കൂടിയിരുന്നിട്ടാണ് ലെഡ്ജിങ് ചെയ്യുന്നത്. കാരണം ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുമ്പോഴേക്കും എന്താ ഗുണമെന്ന് വെച്ചാൽ അവിടെ നമുക്കൊരു അബ്യൂസ് ഓഫ് പവർ വരുന്നില്ല. ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് മൈൻ ചെയ്യുന്നത്. ഇപ്പോൾ മൈനിങ് ചെയ്യുന്ന വ്യക്തി ഇപ്പോൾ ഒരാൾ ഇന്ത്യയിലാണെങ്കിൽ അടുത്ത ആൾ മൈൻ ചെയ്യുന്നത് സിംഗപ്പൂരിലായിരിക്കും, അടുത്ത ആൾ ചൈനയിലായിരിക്കും, ജപ്പാനിലായിരിക്കും. അങ്ങനെ പല ഡിഫറെൻറ്റ് പ്ലേസിൽ ഇരുന്നിട്ടാണ് മൈനിങ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു ഗ്രൂപ്പിൽ കയറി ഇരുന്നിട്ടുള്ള മൈനിങ് അല്ല മൈനിങ് എന്ന് പറയുന്നത്. ഇവർക്കെല്ലാം ഈക്വലായിട്ടാണ്. എൻ്റെ ഒരു ട്രാൻസാക്ഷൻ പോവുകയാണെങ്കിൽ
ഞാനൊരു ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൂടെയാണ് ഒരേ സമയത്താണ് എൻ്റെ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഈക്വലായിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഏറ്റവും ഹൈ പവറായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പവർ കൊണ്ട് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ ബിറ്റ്കോയിന് കിട്ടും, കുറച്ചുള്ള ആൾക്ക് കുറച്ച്. അപ്പോൾ എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും ഈക്വലായിട്ട് പൈസ എല്ലാവർക്കും കിട്ടും. പക്ഷേ പവർ കൂടുതൽ ആർക്കാണോ മൈനിങ് ചെയ്യാനുള്ളത് അവർക്ക് കൂടുതൽ പവറും കുറച്ചുള്ളവർക്ക് കുറച്ച് രീതിയിലും നമുക്ക് പുതിയ ബിറ്റ്കോയിൻ അവർക്ക് കിട്ടും. ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ലെഡ്ജർ എന്ന് പറഞ്ഞത്. ഈ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ പുതിയ പബ്ലിക് ലെഡ്ജർ, പ്രൈവറ്റ് ലെഡ്ജർ, കോറിയൻ ലെഡ്ജർ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം നമ്മളുടെ ഡേറ്റാസ്, ട്രാൻസാക്ഷൻ ഡേറ്റാസ് ശേഖരിച്ച് വെക്കുന്നതിനാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ അതിനകത്ത് ഒരു ചെറിയ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഒരു നോട്ട്ബുക്ക് പോലെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോട്ട്ബുക്ക് ഒരു ടീച്ചർ ഒരു ക്ലാസ്സിലിരുന്ന് ഒരു ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഒരാളിരുന്നിട്ട് ആൻസർ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും ഉത്തരം ബുക്ക് ചെയ്ത് എഴുതുന്നു. അപ്പോൾ ബുക്ക് ചെയ്ത് എഴുതുമ്പോൾ എല്ലാവരുടെ കയ്യിൽ ഒറ്റ ഈക്വൽ നോട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു നോട്ട് പോലും ഒരാൾക്ക് പോലും തെറ്റിപ്പോയാൽ പോലും സാരമില്ല, അപ്പുറത്തിരിക്കുന്ന ആളോട് നമുക്ക് ചോദിച്ചാൽ പോലും നമുക്ക് അവിടെ ഇരിക്കുന്ന ഡേറ്റ എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ആ ഡേറ്റ നമുക്ക് എഴുതാനും പറ്റും. അതുപോലെയാണ് നമുക്ക് എല്ലാവർക്കും ഈക്വലായിട്ട് ഈ സംഭവിച്ചാലും. അപ്പോൾ ഇടയ്ക്ക് ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ തെറ്റാണെങ്കിൽ മറ്റൊരാളുടെ നോക്കി നമുക്ക് ശരിയാക്കാൻ പറ്റും. അതുപോലെ ഇരിക്കും സംഭവം. പിന്നെ പിയർ ടു പിയർ നെറ്റ്വർക്ക്, പിന്നെ നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഈ ബ്ലോക്ക് ചെയിൻ്റെ അകത്ത് കുറേ സംഭവം പഠിക്കാനുണ്ട്. അതിനകത്ത് മെയിൻ സാധനമാണ് ഈ നോഡ് എന്ന് പറയുന്നത്. ഇൻ ദിസ് സിമ്പിൾ സെൻസ്, നോഡ് ഇസ് മെഷീൻ ഇൻ blockchain network. A group of nodes connected together form a blockchain network. A node can be mining device, a storing device, or any other device which play different kinds of role different blockchain network. Nodes are responsible for storing and copying of transactions that are helping in the network. അത്രേ ഉള്ളൂ. നോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് നോഡ്സ് ഉണ്ട്, അത് ടുഗദറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ബ്ലോക്ക് ചെയിൻ്റെ അകത്ത്. നമ്മൾ ചെയ്യുന്ന മൈനിങ്ങിൻ്റെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് നോഡിൻ്റെ അകത്താണ്. ഇത് ബ്ലോക്ക് ചെയിൻ്റെ അകത്തെ സംഭവങ്ങളാണ് ഈ പറയുന്നത്, ലെഡ്ജർ, നോഡ്, അതൊക്കെ. പിന്നെ മൈനേഴ്സ് ഉണ്ട്. മൈനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞ പോലെ സ്പെസിഫൈഡ് നോഡ് ഇൻ ദി ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആർ റെസ്പോൺസിബിൾ ഫോർ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. അവരുടെ യഥാർത്ഥ ജോലിയാണ് ഈ പറയുന്നത് മൈനേഴ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൻ്റെ അകത്ത് ദേ ആർ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ആൻഡ് ദ ബ്ലോക്സ്. നമ്മുടെ വെരിഫിക്കേഷനും നമ്മുടെ ട്രാൻസാക്ഷനും ഒക്കെ വെരിഫൈ ചെയ്യുന്ന ആൾക്കാരാണ് ഈ മൈനേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസാക്ഷൻ ഇൻ ബ്ലോക്ക് ക്യാൻ ഡിഫൈൻ ആസ് എ സ്മോളർ യൂണിറ്റ് ഓഫ് ടാസ്ക് ഇൻ എ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്. ദ സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ദാറ്റ് ആർ argued upon their nodes in the network will become the candidate for creating a new block. നമ്മുടെ പുതിയൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ആ വാലിഡേഷനും വെരിഫിക്കേഷനും ഒക്കെ നടത്തി കഴിയുമ്പോൾ അവിടെ പുതിയൊരു നോഡ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പുതിയൊരു ബ്ലോക്ക് ഉണ്ടാകുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഈസ് എ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആരൊക്കെയാണ്. ഒരു ലെഡ്ജറിൻ്റെ അകത്ത് ഒരാളുടെ ഡീറ്റെയിൽസ് അല്ല, ഒരു ലെഡ്ജറിൻ്റെ അകത്ത് ചിലപ്പോൾ ആ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും കൂടെ ഒരു നോഡിൻ്റെ അകത്ത് വരും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരു ബ്ലോക്ക് ചെയിൻ ഇരിക്കുന്ന ഇങ്ങനെയാണ്. ഹെഡറും ട്രാൻസാക്ഷനും, അത് 2 രീതിയിലാണ് ബ്ലോക്ക് ചെയിനെ തിരിച്ചിരിക്കുന്നത്. ഹെഡർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന വലിയ സംഭവം. അതിനകത്തൊരു ടൈം സ്ലാബ് വരും, ഏത് സമയത്താണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. പിന്നെ നൗൺസ് എന്ന് പറയുന്ന സാധനം വരും. അതിനെക്കുറിച്ച് പറയാൻ കുറേ ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ റാൻഡം നമ്പർ ബൈ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് വിച്ച് ഡിസ്കസിങ് ലേറ്റർ. നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഈ നൗൺസ്. എന്തായാലും നമുക്ക് ഒരു ചെറിയ രീതി പഠിച്ചു പോയാൽ മതി. നൗൺസ് അല്ലെങ്കിൽ ടൈം സ്ലാബ്. ഈ ടൈം സ്ലാബ് നമുക്ക് മനസ്സിലായല്ലോ. ഈ നോഡ് ക്രിയേറ്റ് ചെയ്ത് ഈ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത സമയം. റൂട്ട് ഹാഷ്, പ്രീവിയസ് ഹാഷ്. റൂട്ട് ഹാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ബ്ലോക്കിൻ്റെ ഹാഷാണ് റൂട്ട് ഹാഷ്. പ്രീവിയസ് ഹാഷ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ബ്ലോക്കിൻ്റെ ഹാഷാണ്. ബ്ലോക്ക് ചെയിൻ എന്നാണല്ലോ പറയുന്നത്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ബ്ലോക്കുകളും ചെയിനായിട്ട് അടുത്ത ബ്ലോക്കിലോട്ട് വരും. ഒരു ബ്ലോക്ക് ചെയിൻ വരും, ബ്ലോക്ക്. അപ്പം നേരത്തെ ഏത് ബ്ലോക്കാണോ ആ ബ്ലോക്കിൻ്റെ, ഇപ്പോൾ മുകളിൽ കാണിച്ചിരിക്കുന്ന പടത്തെ പോലെ തന്നെ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഹാഷ് സെക്കൻഡ് ബ്ലോക്കിൽ വരും. അപ്പോൾ
സെക്കൻഡ് ബ്ലോക്ക് പോകുന്നത് ഈ ആദ്യത്തെ 1ഉം 2ഉം ബ്ലോക്കിൻ്റെ ഹാഷും കൂട്ടിയിട്ടാണ് മൂന്നാമത്തെ ബ്ലോക്ക് പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ ബ്ലോക്ക് പോകുന്നത് ആദ്യത്തെ 1ഉം 2ഉം 3ഉം ബ്ലോക്കിൻ്റെയും കൂടെ പ്രീവിയസ് ഹാഷ് ആയിട്ടാണ് നാലാമത്തെ ബ്ലോക്ക് പോകുന്നത്. അതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ഇവിടെ മാനിപ്പുലേഷൻ നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഒരു നാലാമത്തെ ബ്ലോക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇരിക്കുന്ന ബ്ലോക്കിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഹാഷിങ്ങിന് എന്തെങ്കിലും നമ്മൾ കൃത്രിമ ഇടപാട് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ എല്ലാം തെറ്റിപ്പോവും. ഒന്നും മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇടയ്ക്ക് കയറിയിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു ചെയ്യാൻ പറ്റത്തില്ല. അത് ആ ബ്ലോക്കിനെ അപ്പോൾ ഇതായിപ്പോവും. ഹാഷിംഗ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞൊരു വേർഡ് ഞാൻ ടൈപ്പ് ചെയ്യണം. അതിൻ്റെ ഹാഷ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ വരും. അതിൽ A5V എന്നുള്ള രീതി. അതാണ് ഹാഷിംഗ്. അത്രേ ഉള്ളൂ ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ. ഹാഷിംഗ് വലിയ ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ്, സംഭവമാണ്. പക്ഷേ അത് സിമ്പിളുമാണ്. പക്ഷേ ഈ ഹാഷിങ്ങിനെ നമുക്ക് ഈ ഹാഷ് ചെയ്ത വാല്യൂ നമുക്ക് തിരിച്ചാക്കാൻ പറ്റത്തില്ല. വൺ അറ്റ് എ ടൈം, ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്താണ് മൈനിങ് എന്ന് പറഞ്ഞാൽ. ഈ മൈനിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഏകദേശം ഇതാണ് ഒരു മൈനിങ് സെറ്റപ്പിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന മൈനിങ് എന്ന് പറയുന്നത് ഇത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിച്ചിട്ടുള്ള മൈനിങ് ആണ്. ഈ ഫസ്റ്റ് പടത്തിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിച്ചുള്ള മൈനിങ് ആണ്. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ബിറ്റ്മാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ മൈനിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്സ് കാർഡുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ബിറ്റ്മാൻ എന്നൊക്കെ പറയുന്ന കമ്പനി. ഇതിനകത്ത് നമ്മുടെ നോർമൽ ഗ്രാഫിക്സ് കാർഡിനെക്കാളും കുറച്ചുകൂടെ ഹൈ പവറായിട്ടും മൈനിങ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഇരുന്ന് മൈൻ ചെയ്ത് നമുക്ക് വീട്ടിലൊക്കെ ഈ റിഗ് ഉണ്ടാക്കി മൈനിങ്ങിൻ്റെ റിഗ് ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഇത് നമുക്ക് ഈ ബിറ്റ്കോയിനകത്ത് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞത്, ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ പൈസ ഈ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന സംഭവമല്ല. ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ ബിറ്റ്കോയിൻ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, ബിറ്റ്കോയിൻ നമുക്ക് മൈനിങ് ചെയ്യാൻ പറ്റും, ബിറ്റ്കോയിൻ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. ഈ പല രീതിയിൽ നമുക്ക് ബിറ്റ്കോയിൻ യൂസ് ചെയ്യാൻ പറ്റും. ഒരു രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗമാണ് ബിറ്റ്കോയിൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് മൈനിങ് ചെയ്യുക. പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ഇനിഷ്യലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനകത്ത് 10, 3, 4 ലക്ഷം രൂപ ഒക്കെ വേണം മൈനിങ് ചെയ്യാൻ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ട്രേഡ് ചെയ്യേണ്ട, നമുക്ക് തലയ്ക്കൊത്തിരി സമാധാനമുണ്ട്, ഒക്കെ ചെയ്യും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ഈ മൈനിങ് ചെയ്യുവാണെങ്കിൽ. ഈ ട്രേഡിംഗ് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഫണ്ട് താഴെ പോയി കയറി വന്നു കുറഞ്ഞു വന്നൊക്കെ ചെയ്യും. ഇതാണെങ്കിൽ നമുക്ക് മൈനിങ് ചെയ്യാം. മൈനിങ് ചെയ്ത് കോയിൻ സൂക്ഷിച്ച് വെക്കാം. ഒരു ദിവസം കൂടി വരുമ്പോൾ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ മൈനിങ് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഉള്ളൂ. ഇപ്പം നമുക്ക് ഏകദേശം നമ്മുടെ ടോപ്പിക്ക് മെയിനായിട്ട് കവർ ചെയ്യും. ഇതാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് മനസ്സിലായി. ബിറ്റ്കോയിൻ നമുക്ക് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാമെന്നുള്ള സംഭവം മനസ്സിലായി. മൈനിങ് ചെയ്യാം, എങ്ങനെയാണ് ബിറ്റ്കോയിൻ ഉണ്ടാകുന്നത് മനസ്സിലായി, പുതിയ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലായി, ഒക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് ബിറ്റ്കോയിൻ പല രീതിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ബിറ്റ്കോയിൻ വെച്ചാൽ ബിറ്റ്കോയിനെ നമുക്ക് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ കൊണ്ട് സേവ് ചെയ്യാം. അല്ലെങ്കിൽ ബിറ്റ്കോയിൻ നമുക്ക് വാലറ്റുകൾ കിട്ടും, ബിറ്റ്കോയിൻ വാലറ്റുകൾ. ഇപ്പോൾ നമുക്ക് ഹാർഡ്വെയർ വാലറ്റ്, സോഫ്റ്റ്വെയർ വാലറ്റ്, പേപ്പർ വാലറ്റ്, അങ്ങനെ പറയുന്ന പല ടൈപ്പ് വാലറ്റുകളുണ്ട്. ഹാർഡ്വെയർ വാലറ്റും സോഫ്റ്റ്വെയർ വാലറ്റും എന്നൊക്കെ പറയുന്നത്, ഹാർഡ്വെയർ വാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമുക്കൊരു പെൻഡ്രൈവ് പോലെ ഒരു സംഭവം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ അകത്ത് നമ്മുടെ പ്രൈവറ്റ് കീയും നമ്മുടെ പബ്ലിക് കീയും ഒക്കെ സേവ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഹാർഡ്വെയർ വാലറ്റ് യൂസ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ വാലറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടർ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ വാലറ്റിൻ്റെ കമ്പനി തരുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഹാർഡ്വെയർ വാലറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഇഷ്ടം മൊബൈൽ വാലറ്റുണ്ട്, അങ്ങനെ കുറേ വാലറ്റുണ്ട്. ഈ വാലറ്റിൻ്റെ അകത്തൊക്കെ നമുക്ക് പൈസ ശേഖരിച്ച് വെക്കാൻ പറ്റും. ഇതിപ്പം ഈ ബിറ്റ്കോയിൻ നമുക്ക് വാങ്ങാനും വിൽക്കാനും ഇപ്പോൾ ഏറ്റവും പറ്റിയ ഇതെന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ വാക്സിറാക്സ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ കോയിൻ DCX ഉണ്ട്, BNS ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന, വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സ്ചേഞ്ചുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബിറ്റ്കോയിൻ പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു ബിറ്റ്കോയിൻ ഇന്ത്യയിൽ ഇല്ലീഗലല്ലേ, ലീഗലാണോ ഇല്ലീഗലല്ലേ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. ബിറ്റ്കോയിൻ ഇന്ത്യയിൽ ശരിക്കും ലീഗൽ ടെൻഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ബിറ്റ്കോയിൻ ഞാനൊരു 5 ബിറ്റ്കോയിൻ ഒരു വ്യക്തിക്ക് ഞാൻ കൊടുക്കാനുണ്ടെങ്കിൽ ഈ ബിറ്റ്കോയിൻ ഞാൻ തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് കേസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ബിറ്റ്കോയിൻ വെച്ചിട്ട് എനിക്ക് ഒരു വണ്ടി വാങ്ങിക്കാനോ കാറ് വാങ്ങിക്കാനോ ഫുഡ് വാങ്ങിക്കാനോ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല.
അതിൻ്റെ ഒന്നും റൂൾസ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ യൂസ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് വീണ്ടും അത് പുറകോട്ട് പോയി. US പോലത്തുള്ള കൺട്രീസ് പുറകോട്ട് വന്നു. കാരണം US പോലത്തുള്ള കൺട്രീസ് ഏറ്റവും കൂടുതലും അവരുടെ ആസ്തി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സും സ്റ്റോക്ക് മാർക്കറ്റിൽ ഫണ്ടിടുന്ന ആൾക്കാരും സ്റ്റോക്ക് റണ്ണ് ചെയ്യുന്ന കമ്പനീസുമാണ് US ഇന്ന്. അങ്ങനെ വന്നപ്പോഴേക്കും 2005 ആയപ്പോഴേക്കും 2017 ആയപ്പോൾ ബിറ്റ്കോയിൻ ഏറ്റവും കൂടുതൽ ഹൈ അടിച്ചൊരു ടൈം വന്നപ്പോഴേക്കും ഈ എന്നാ പറ്റി, ഈ അമേരിക്കയുടെ US ഡോളറിൻ്റെ മൂല്യം ഇടുകയും കൂടുതൽ ആൾക്കാർ ബിറ്റ്കോയിൻ്റെ അകത്തോട്ട് ഫണ്ട് കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ അവിടെ അമേരിക്ക ബാൻ ചെയ്തു. കാരണം ഇതൊക്കെ മറ്റുള്ള വ്യക്തികൾക്ക്, ഇത് ഒരു വ്യക്തി കൈകാര്യം ചെയ്യാതെ ഒരേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. കാരണം ഇവർക്കൊന്നും ഏറ്റവും കൂടുതൽ ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ, പകുതിയോളം പൈസ ആൾക്കാർ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബിറ്റ്കോയിൻ ഒരു ഗോൾഡ് പോലെ തന്നെ ആൾക്കാർ കാണുന്നു. ഇനിയുള്ള ഫ്യൂച്ചറിൽ ബിറ്റ്കോയിൻ ഒരു വലിയൊരു മണി ആയി തീരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. ഇനി നമ്മൾ ഈ ബിറ്റ്കോയിൻ പറയുന്നത് കൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഒരു എക്സ്ചേഞ്ചുകൾ നമുക്ക് മനസ്സിലാക്കണം. ബെസ്റ്റ് ട്രേഡിംഗ് എക്സ്ചേഞ്ചുകളുണ്ട്. വാക്സ്റാക്സ് എക്സ്ചേഞ്ച്, പിന്നെ അത് ഇൻ്റർനാഷണൽ ട്രേഡിംഗ് ആണെങ്കിൽ ബൈനാൻസ്, കുക്കോയിൻസ്, കോയിൻ ബേസ്, അങ്ങനെ കുറേ എക്സ്ചേഞ്ചുകളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തറിയിക്കുക. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 2-3 പാർട്ടായിട്ടാണ്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കുക.